Coming to the next one, that is the structure of a bacterial cell. ഇപ്പോൾ നമുക്കറിയാം what is the structure of a bacteria. അപ്പോൾ ഞാനിത് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇനിയും അതിൻ്റെ സ്ട്രക്ചറാണ് നോക്കാൻ പോകുന്നത്. You can see here the structure of a bacterial cell, isn't it? The structure or the bacterial cell can exhibit a typical prokaryotic structure, isn't it? അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്ടീരിയാസ് എല്ലാം എങ്ങനെയായിരിക്കും? They are prokaryotes. Why they are termed as prokaryotes? Yes, it does not have any prominent nucleus. ഇല്ലല്ലോ. അപ്പോൾ നോക്കി ഇതിനകത്ത് prominent nucleus ഉണ്ടോ? No. അല്ലേ? prominent nucleus ഇല്ല. But it has a definite cell wall. അപ്പോൾ ഇതിനെന്തുണ്ട്? ഒരു സെൽ വോൾ ഉണ്ട്. You can see here the cell wall. നിങ്ങൾ കണ്ടോ സെൽ വോൾ? Yes, സെൽ വോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആ സെൽ വോളിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് നോക്കാം. Okay, the bacterial cell which is surrounded by a tough and rigid cell wall. Okay, അപ്പം നല്ല കട്ടിയുള്ളൊരു സെൽ വോൾ ആണ് എന്തിനുള്ളത്? ബാക്ടീരിയക്ക് ഉള്ളത്. And the characteristic cell wall material is in all eubacteria is peptidoglycan. Okay, or the cell wall is made up of peptidoglycan. Underline that portion, peptidoglycan. Okay, and it contains or it consists of polysaccharides cross-linked with a short amino acid chain. Okay, അപ്പോൾ ആ പെപ്റ്റിഡോഗ്ലൈക്കൺ എങ്ങനെയായിരിക്കും? ദാറ്റ് മീൻസ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് പോളിസാക്രൈഡ്സ്. പോളിസാക്രൈഡ്സ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പോളിസാക്രൈഡ് ദാറ്റ് ഈസ് ക്രോസ് ലിങ്ക് വിത്ത് എ ഷോർട്ട് അമിനോ ആസിഡ്. അപ്പം പോളിസാക്രൈഡ്സും അമിനോ ആസിഡിൻ്റെ ചെയിൻസൂടെ ചേർന്നാണ് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻസ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ റിജിഡിറ്റി ഓഫ് ദ ബാക്ടീരിയൽ സെൽ വോൾ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പോളിമർ. അപ്പം നിങ്ങൾക്കറിയാം വാട്ട് ഈസ് മെൻ ബൈ പോളിമർ ആൻഡ് വാട്ട് ഈസ് മോണോമർ, ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഇസ്ൻ്റ് ഇറ്റ്? ഇപ്പം മോണോമേഴ്സ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് പോളിമേഴ്സ് കിട്ടുന്നത്. അപ്പം ആ ഒരു സെൽ വോളിൻ്റെ നമ്മൾ പറഞ്ഞു ആ സെൽ വോൾ റിജിഡ് ആയിരിക്കും, ടഫ് ആയിരിക്കും, ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ദിസ് പോളിമർ. ഏത് പോളിമറാണ്? ഈ പറഞ്ഞിരിക്കുന്ന പോളിസാക്രൈഡും അമിനോ ആസിഡ് ചെയിനോടെ ചേരുമ്പോഴുണ്ടാവുന്ന ആ ഒരു പോളിമർ. So the cell wall is appears of tough and rigid. Okay, besides some other chemicals such as teichoic acid and protein polysaccharides and lipoproteins and lipopolysaccharides are also deposited on the cell wall. അപ്പോൾ അല്ലാതെ കുറച്ച് കെമിക്കൽസ് ആയിട്ടുള്ള തെക്കോയിഡ് ആസിഡ്, പ്രോട്ടീൻ പോളിസാക്രൈഡ്സ്, ലിപ്പോ പ്രോട്ടീൻസ്, അതുപോലെ തന്നെ ലിപ്പോ പോളിസാക്രൈഡ്സ്, ഇതെല്ലാം എവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്? ഇവരുടെ സെൽ വോളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം ഇതിനകത്ത്? യെസ്, റൈബോസോംസ് കാണാം, ദെൻ പ്ലാസ്മ മെംബ്രെയിൻ കാണാം, ദെൻ ബാക്ടീരിയൽ ഫ്ലജല്ല കാണാം, ഇതൊക്കെ നിങ്ങൾക്കിവിടെ കാണാം, ഇസ്ൻ്റ് ഇറ്റ്? ആൻഡ് the bacteria fall into two natural groups according to the cell wall structure. ഇനിയും ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ന്യൂട്രീഷൻ വഴി ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തത് പറഞ്ഞു, മോഡ് ഓഫ് റെസ്പിറേഷൻ വഴി. ഇനി അതുപോലെ തന്നെ ബാക്ടീരിയയുടെ വോള് വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ സെൽ വോള് വെച്ച് അതിനെ മെയിനായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ദോസ് റിട്ടൈൻ ഗ്രാം സ്റ്റെയിൻ ആർ കോൾഡ് ഗ്രാം പോസിറ്റീവ് ആൻഡ് those which do not retain the stain during the decolorizing procedure, that is called gram negative. അപ്പോൾ നമുക്ക് സ്റ്റെയിനിങ് ഉണ്ട്, ബാക്ടീരിയ നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ ഗ്രാം അല്ലെങ്കിൽ ആ ഗ്രാംസ് നമ്മൾ കൊടുക്കുന്ന സ്റ്റെയിന് കളർ പിടിക്കുന്ന ബാക്ടീരിയ ആണ് നമ്മൾ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് ഡീകളറൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡീകളറൈസിങ് പ്രൊസീജിയറിൽ ആ സ്റ്റെയിന് കാണത്തില്ല അല്ലെങ്കിൽ ആ സ്റ്റെയിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ബാക്ടീരിയയാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്റ്റെയിനിങ് പ്രോസസ്. ആൻഡ് ഇൻ ബോത്ത് ടൈപ്പ് ദ വോൾ ഹാസ് എ റിജിഡ് യുണീക്ക് ഫ്രെയിംവർക്ക് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൺ. ഓക്കെ, ഇപ്പോൾ രണ്ട് കേസിലും എങ്ങനെയായിരിക്കും? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആയാലും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആയാലും അവിടെ സെൽ വോൾ റിജിഡ് ആയിരിക്കും, ടഫായിരിക്കും. ഓക്കെ, and in gram-positive bacteria such as lactobacillus, the peptidoglycan net is infilled with polysaccharide and proteins to form a relatively thick, rigid structure, and whereas the wall of gram-negative bacteria
such as E. coli bacteria that are thinner and coated on the outside with a smooth, soft layer which is rich in the characteristic lipopolysaccharide molecules. ഓക്കെ, അപ്പോൾ ഇനി രണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് ഒരു സ്യൂട്ടബിൾ എക്സാമ്പിളാണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ. എവിടെയാണ് ലാക്ടോബാസിലസ് കാണുന്നത്? യെസ്, പ്രധാനമായിട്ടും മിൽക്കിനെ നമ്മൾ കേടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാല് തൈരാക്കാൻ ഉപയോഗിക്കുന്നൊരു ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ എങ്ങനെയായിരിക്കും? ആ ബാക്ടീരിയയിൽ ദ പെപ്റ്റിഡോഗ്ലൈക്കൻ നെറ്റ് ഈസ് ഇൻഫിൽഡ് വിത്ത് പോളിസാക്രൈഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. അവരുടെ സെൽ വോളിൽ എന്തൊക്കെയുണ്ട്? പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. വിത്ത് ദാറ്റ് ഓഫ് അതിൻ്റെ കൂടെ എന്തുണ്ട്? പോളിസാക്രൈഡും പ്രോട്ടീൻസും പ്രസൻ്റ് ആയിരിക്കും. That means it reflects the relatively thick rigid structure. ഓക്കെ, അതുകൊണ്ടായിരിക്കും അത് കുറച്ച് റിജിഡായിട്ട് കാണപ്പെടുന്നത്. Whereas the walls of gram negative bacteria such as gram negative bacteria എന്ന് പറഞ്ഞാൽ E. coli bacteria or that bacteria are very thinner and coated on the outside with a smooth. എങ്ങനെയായിരിക്കും? അവരുടെ കുറച്ചുകൂടെ തിന്നറായിരിക്കും ആൻഡ് കോട്ടഡ് ഓൺ ഔട്ട്സൈഡ് വിത്ത് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ലെയർ. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ലെയർ ആയിരിക്കും, അതുപോലെ തന്നെ തിന്നർ ലെയർ ആയിരിക്കും അവരുടെ സെൽ വോൾ എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് റിച്ച് വിത്ത് ദ ലിപ്പോപോളിസാക്രൈഡ് മോളിക്യൂൾസ്. പക്ഷേങ്കിൽ അവരുടെ ആ വോൾസിൽ ലിപ്പോപോളിസാക്രൈഡ്സിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദ ലിപ്പോപോളിസാക്രൈഡ്സ് കൺഫർ specific adhesion properties to attach themselves to particular eukaryotic cells. ഓക്കെ, ആ ഒരു ലിപ്പോപോളിസാക്രൈഡ്സിനൊരു എബിലിറ്റി ഉണ്ട്, മീൻസ് അഡ്ഹീഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അഡ്ഹീഷൻ മീൻസ് എന്താണ്? അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് അഡ്ഹീഷൻ property. That means a specific adhesion property that is attached themselves to a particular eukaryotic cells. ഒരു യൂക്കാരിയോട്ടിക് സെല്ലിനെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്ഹീഷൻ ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ലിപ്പോപോളിസാക്രൈഡ്സ്. Okay, that is about the structure of a bacterial cell.